അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ഓഗസ്റ്റ് 24, 25 തീയതികളിലായി SSFൻ്റെ സ്റ്റേറ്റ് ക്യാമ്പസ് പരിപാടി ഒരു സമ്മേളനം മൈസൂർ നഗരത്തിൽ വെച്ച് നടന്നു. മൈസൂർ സിറ്റിയിൽ വെച്ച് നടന്നു. അവിടെ ഒരുപാട് നമ്മുടെ സുന്നത്ത് ജമാഅത്തിൻ്റെ ആലിമീങ്ങളൊക്കെ പങ്കെടുത്ത പരിപാടിയാണ്. സുൽത്താനുൽ ഉലമ അടക്കം വന്ന വലിയൊരു മഹത്തായ ഒരു സമ്മേളനം നടന്നപ്പോൾ കൊടക് ജില്ലയിലെ SSF എരുമാട് ഈസ്റ്റ് യൂണിറ്റിൽപ്പെട്ട ഒരു പ്രവർത്തകർ ഒരു പിക്കപ്പ് വാനിൽ പോയതിൻ്റെ ഒരു കാഴ്ച നിങ്ങളൊക്കെ മുമ്പ് അറിഞ്ഞതായിരിക്കാം. അതുപോലെ തന്നെ ഈ വീഡിയോയിലൂടെ കാണുന്നുണ്ടാവാം. ഏകദേശം 10ഓളം വരുന്ന പ്രവർത്തകർ, അല്ലെങ്കിൽ 10-ൻ്റെ വരുന്ന പ്രവർത്തകർ ഒരു ചെറുപ്പക്കാരനായ ഒരു യുവാവിൻ്റെ നേതൃത്വത്തിലായി സമ്മേളനം വീക്ഷിക്കാൻ വേണ്ടി പോയതാണ്. SSFനോടുള്ള താല്പര്യം കൊണ്ടും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ ആ സദസ്സിലേക്ക് വരുന്നുണ്ട് എന്നുള്ള ഒരു കാരണം കൊണ്ടും അതൊക്കെ കണ്ട് സന്തോഷിക്കാം എന്നുള്ള വിധത്തിൽ പോയതാണ്. അവിടെ സമ്മേളന നഗരിയിലേക്ക് പോയപ്പോൾ അവിടെ കാണുന്ന കാഴ്ച മറ്റൊന്നാണ്. കാരണം അവിടെ ആയിരക്കണക്കിന് വിദ്യാർത്ഥി സമൂഹം ഒരുമിച്ച് കൂടി ഒരുപാട് ക്ലാസ്സുകളൊക്കെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് ആവശ്യമായ വെള്ളവും അതുപോലെ തന്നെ ഭക്ഷണവും കൊണ്ടു കൊടുക്കാൻ വളണ്ടിയർമാരുടെ കുറഞ്ഞൊരു അഭാവം കണ്ടപ്പോൾ സ്വയം സേവകരായിക്കൊണ്ട് അവർ തന്നെ, ഈ ചെറുപ്പക്കാർ തന്നെ അവർ രംഗത്തിറങ്ങുകയാണ്. എങ്ങനെ? അവരുടെ പിക്കപ്പിൽ തന്നെ, സ്വന്തം വണ്ടിയാണ്, അവരുടെ പിക്കപ്പിൽ തന്നെ, പിക്കപ്പ് വാനിൽ തന്നെ ഭക്ഷണം കൊണ്ടുവന്നു. അതിൻ്റെ ഉണ്ടാക്കുന്ന സ്ഥലത്ത് നിന്ന് കൊണ്ടുവന്നു സദസ്സിലേക്ക് അവർ തന്നെ ഇറങ്ങി അവർ തന്നെ സപ്ലൈ ചെയ്യുകയാണ്. കാരണം ഇതാരും പറഞ്ഞു കൊടുത്തതുകൊണ്ടോ അല്ലെങ്കിൽ ഇത് ചെയ്യിപ്പിച്ചിട്ടൊന്നും ചെയ്തതല്ല, മറിച്ച് അവർ ആ സദസ്സിൽ ആവശ്യമായത് എന്താണ് എന്ന് മനസ്സിലാക്കി അവരിറങ്ങിയതാണ്. അങ്ങനെ ഇറങ്ങിയപ്പോൾ അത് തന്നെ ആ സമ്മേളനത്തിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റായി മാറി. കാരണം ഈ പ്രവർത്തകർ ആരാണ് എന്ന് കണ്ടുപിടിക്കുകയും അവരെ സ്റ്റേജിലേക്ക് വിളിച്ച് സുഫിയാൻ ഉസ്താദ് അടക്കം സ്റ്റേറ്റ് നേതാക്കളൊക്കെ എല്ലാവരും ഒരുമിച്ച് കൂടി ആ സദസ്സിലേക്ക് സ്റ്റേജിലേക്കൊക്കെ വിളിച്ചു വരുത്തി ബഹുമാനപ്പെട്ട KS ആറ്റക്കോയ തങ്ങളുടെ നേതൃത്വത്തിൽ അവർക്കൊരു മെമൻഡോ ഒക്കെ കൊടുത്തു അവരെ സന്തോഷിപ്പിച്ചു. കാരണം ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ നേതാക്കൾ ഓരോ ആളുകളെയും വീക്ഷിക്കുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്, അതറിയുന്നുണ്ട്. ആ ഒരു ചിന്തയോട് കൂടെയാണ് നമ്മളൊക്കെ പ്രവർത്തിക്കേണ്ടത്. മാഷാ അല്ലാഹ്, അവർക്ക്, ആ പ്രവർത്തകർക്ക് അല്ലാഹു ഖൈറായ പ്രതിഫലം അല്ലാഹു നൽകട്ടെ. ശേഷം ഒന്ന് രണ്ട് ദിവസത്തിന് ശേഷം ബഹുമാനപ്പെട്ട സുഫിയാൻ ഉസ്താദിൻ്റെയും അതുപോലെ തന്നെ മൈസൂർ അബ്ദുറസാഖ് നിസാമി ഉസ്താദിൻ്റെയൊക്കെ ലേഖനം കാണാനിടയായി. കാരണം അത് മൈസൂരിലെ മുസ്ലിം ജമാഅത്തിൻ്റെയും അതുപോലെ തന്നെ SSFൻ്റെ SYSൻ്റെ ഒക്കെ നേതാക്കളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ലേഖനമാണ്. പക്ഷെ അവരൊക്കെ പറഞ്ഞത് സമ്മേളനത്തിൻ്റെ ഹൈലൈറ്റാണ്. കാരണം ആ പ്രവർത്തകർ വന്ന് ആ പ്രവർത്തനങ്ങൾ മനസ്സിലാകുന്ന വിധത്തിൽ അവർക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട് വരുന്ന തലമുറക്ക് അത് വലിയൊരു മാതൃകയാണ് എന്ന നിലയ്ക്ക് ലേഖനത്തിൽ നമ്മുടെ ആലിമീങ്ങൾക്കൊക്കെ ദീർഘായുസ്സും ആരോഗ്യവും അല്ലാഹു നൽകട്ടെ. പ്രത്യേകിച്ച് ആ പ്രവർത്തകർക്കൊക്കെ അല്ലാഹു ഖൈറും ബർക്കത്തും അല്ലാഹു ചെയ്യട്ടെ. അത് കൊടക് ജില്ലയിലെ SSF ഈസ്റ്റ് യൂണിറ്റിലെ പ്രവർത്തകരാണ്, സജീവ പ്രവർത്തകരാണ്. അവരുടെ എല്ലാ മേഖലകളിലും അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ, സന്തോഷം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.